ഇത് എപ്പോഴാണ് മെമ്പർ ഈ വിവരം അറിയുന്നത്? ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നടന്നു അമ്പലപ്പുഴ സ്റ്റേഷനിലെ പോലീസുകാർ വരുമ്പോഴാണോ ഇങ്ങനെ വിളിച്ചിരുന്നു? അല്ല, അതിന് തലേദിവസം ഇവരെ 3-4 പേരെ ഇവിടുന്ന് പോലീസ് പല സ്ഥലത്തുനിന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മൾ അറിഞ്ഞു, ഇവരെ ഇങ്ങനെ 2-3-4 പേരെ കൊണ്ടുപോയി എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ ഇന്നലെ ഒരു 11:30 കൂടിയാണ് നമ്മൾ അറിഞ്ഞത്. പ്രതികളെ കൊണ്ടുപോയത് എന്താണെന്നേലും അവർ ഇതിനെക്കുറിച്ച് അറിയാനായിരിക്കുമല്ലോ. അപ്പോൾ അവരിൽ നിന്നുള്ള അറിവനുസരിച്ചിട്ട് ഇവിടെ ആ കുട്ടിയെ കൊന്നിവിടെ സെപ്റ്റിക് ടാങ്കിലിട്ടിരിക്കുന്നു എന്നും അത് എടുക്കാനായിട്ട് ഇപ്പം ഫോറൻസിക് വന്നാൽ ഉടനെ വരും എന്നുള്ള അറിവ് എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ അന്നേരം മുതലേ നമ്മളുണ്ട് ഇവിടെ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ. അതിലൊരു പ്രതിയെന്നല്ല, ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ ആളിൻ്റെ ഇതിൽ വെച്ചാണ് പോലീസുകാരെല്ലാം തുറക്കുകയും ഒക്കെ ചെയ്തത്. ഫോറൻസിക് വിഭാഗം SP വരെ വന്നായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഒരു 6-7 മണി വരെയും എല്ലാം ഇവിടെ അന്വേഷണമായിരുന്നു, അതിൽ തെരച്ചിലായിരുന്നു. തെളിവ് എന്താ കിട്ടിയെന്ന് നമുക്കങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. എന്തൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫോറൻസിക് വിഭാഗത്തിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടല്ലേ കാര്യങ്ങൾ പരിശോധന ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ. ഈ ഇവിടുന്ന് കൊണ്ടുപോയ ഇപ്പോൾ പ്രതികൾ ഇവരെ എവിടെ ഉള്ളവരാണ്? ഇവരെ അതിൽ ഒരാൾ ഈ അനിലെന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ്, സോമൻ എന്ന് പറയും. മറ്റേതെല്ലാം അവർ ബന്ധുക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്, അല്ലാതെ പുറത്തൊന്നും ആരുമില്ല. ഈ കുടുംബമായിട്ടൊരു ബന്ധം മെമ്പർക്ക് ഉണ്ടായിരുന്നു ഇവരായിട്ടൊക്കെ? ഇവിടെ വീട്ടിൽ ഞാൻ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇവരെയൊക്കെ അറിയാം എന്നുള്ളതല്ലാതെ ഞാൻ മെമ്പർ എന്നുള്ള തരത്തിൽ ഇവരെയൊക്കെ അറിയും. പയ്യനങ്ങനെ ആരോടും വലുതായിട്ട് മിണ്ടുന്നൊന്നും അല്ല. അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു വലിയൊരു ഇൻറ്റിമസി ഒന്നുമുള്ള. ഭാര്യയെ കണ്ടിരുന്ന ഭാര്യ സത്യം പറഞ്ഞാൽ ആ കുട്ടി പറയുന്നത്, ഇന്നലെ പറഞ്ഞത്, അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ കണ്ടുപിടിച്ചാൽ ശിക്ഷിക്കപ്പെടണം. അതിനകത്തൊന്നും അവർക്കൊരു ഇതുമില്ല എന്നാണ്. ഇപ്പോൾ ഈ കുട്ടി മകൻ പറയുന്നത്, അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവമില്ല, അമ്മ തിരിച്ചു വരുമെന്നൊക്കെ രാവിലെ മകൻ്റെ പ്രതികരണം. അപ്പോൾ കുട്ടി ഇപ്പോഴും അമ്മ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് കുട്ടിക്ക്. നമ്മളത് ആ മോനുമായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ ഒരു വിഷയം അതിനു മുമ്പും ആ കുട്ടിയായിട്ടൊന്നും നമ്മൾ സംസാരിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. ആ കുട്ടിയുടെ പ്രതികരണം എന്താണെന്ന് ഞാൻ കേട്ടില്ലല്ലോ. പിന്നെ അത് നമ്മൾ ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല. അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് നാൾ വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇവിടെ നാട്ടിലെന്തായിരുന്നു ജോലിയൊക്കെ? ഈ ഇത് കെട്ടിട ഇതൊക്കെ കോൺട്രാക്ട് എടുത്ത് കൺസ്ട്രക്ഷൻ അത് കോൺട്രാക്ട് എടുത്ത് ചെയ്യുമായിരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ ഒക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കോൺട്രാക്ടേഴ്സിൻ്റെ നിന്ന് സബ് എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നലത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആരും തന്നെ ഇന്നലെ അതറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ നിൽക്കുക പോവുക കഴിയുമൊന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങോട്ട് കയറിയില്ല, കയറാൻ പറ്റിയില്ല. ഈ കലയെന്ന് പറയുന്ന യുവതി ഇത്ര കാലമായിട്ട് 15 വർഷമായിട്ടും ഇവിടെ കാണാതില്ലായിട്ടും ഈ ഒരു അന്വേഷണം എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ളൊരു. അപ്പം ഇവിടെ അതാ എനിക്ക് തോന്നുന്നു, അന്വേഷണം കൊടുക്കാതെ കുട്ടിയുടെ വീട്ടുകാരിരുന്നത് മാതാപിതാക്കൾ 2 പേരും മരിച്ചു പോയതാണ്. അപ്പം പിന്നെ 2 ആങ്ങളമാരുള്ളത്, ഒന്നിന് ചെവി കേൾക്കത്തില്ല, സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവർ കൊടുത്തുക ഇനി എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള ഒരു ഉറപ്പില്ല. ഞങ്ങളെല്ലാവരും അങ്ങനല്ലേ, എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അതുപോലെ വീട്ടുകാർ എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് നമ്മളെല്ലാവരും ഇരുന്നത്. പക്ഷെ ഇന്നലെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളും ഇതിനെക്കുറിച്ച് ഇത്രയും അങ്ങനൊരു കൊലപാതകം എന്നൊക്കെ അറിഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മാന്നാറിലൊക്കെ ആദ്യമായിട്ട് നമ്മളിങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതും അറിയുന്നതും കേൾക്കുന്നതും എല്ലാം. ഞാളെ ഈ അനിൽകുമാർ എങ്ങനെ നാട്ടിലൊക്കെ എല്ലാവരോടും നാട്ടിലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ അനിൽകുമാറുമായിട്ട് പേഴ്സണലി ഒരു അടുപ്പം, നമ്മളോട്ടൊരു സഹകരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. ഇത് നമുക്ക് അങ്ങനൊരു ജസ്റ്റ് കണ്ടാലൊന്ന് ചിരിക്കാൻ പോലും അത് ഒരിക്കലും നന്നായിട്ട് എനിക്കറിയാവുന്ന ആൾ നമ്മുടെ ഇവിടെ അല്ലേ, അറിയാം. പക്ഷേ അങ്ങനൊരു എല്ലാവരോടും ഇങ്ങനൊരു മിണ്ടുന്ന സ്വഭാവമൊന്നുമില്ല. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ഇതിനു മുമ്പ് നമുക്കൊന്നും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൂട്ടത്തിലുള്ള പ്രതികളിൽ ഒരാൾ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള കേസിലൊക്കെ അത് കഴിഞ്ഞിടയ്ക്ക് പിന്നെ ഇവിടെ തോട്ടപ്പള്ളിയിലെ വൈഫ് ഹൗസ് അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയി, അതും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടാണ് അറിഞ്ഞത്. പിന്നെ ഗുണ്ടും ഏതാണ്ടൊക്കെ കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ അതിനെ അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി റിമാൻഡിലൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് നാൾ 2 മാസമൊക്കെ ആയെന്ന് തോന്നി ഇവിടെയൊക്കെ കാണാൻ തുടങ്ങി. എന്നെ ഇറങ്ങി പറയുന്നത് സൂരജ് എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട്
ഇറങ്ങിപ്പോയി ആ കഥയൊക്കെ നമുക്ക് ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ പോലീസ്? എന്താണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നത്? അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് സൂരജ് നിന്നിപ്പോൾ ഇന്നലെ ചാനലിനകത്ത് എഴുതി കാണിക്കുമ്പോഴാണ് സൂരജുമായിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിരുന്നു, അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ സൂരജ് എന്നൊരു പേരൊക്കെ അന്നേരമാണ് നമ്മുടെ ശ്രദ്ധയിലോട്ട് വരുന്നത്.